أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. السلام عليكم ورحمة الله. الحمد لله رب العالمين. والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന 36-ാം അധ്യായമായ സൂറത്തു യാസീൻ 24 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. 25 മുതൽ 29 വരെയുള്ള ആയത്തുകൾ പഠിക്കാനാണ് ഇന്ന് നാം സമയം കണ്ടെത്തുന്നത്. അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 21-ാമത്തെ ആയത്ത് മുതൽ 20-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളുടെ ഇടയിലേക്ക്, അവരുടെ ചർച്ചകളുടെ ഇടയിലേക്ക് നല്ല സച്ചരിതനായ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട്, നിങ്ങൾ ഈ പ്രവാചകനെ അംഗീകരിക്കണം, നല്ലത് മാത്രം പറയുന്ന, നിങ്ങളോട് ഭൗതികമായ എന്തെങ്കിലും ചോദിക്കാത്ത ആ മനുഷ്യനെ, ആ പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കണം, അംഗീകരിക്കണം എന്ന് പറയുകയും, അത് അനുസരിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തത്തെ ഉദാഹരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ സംസാര വിഷയമാക്കിയതുമാണ് നാം പറഞ്ഞത്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിന് എനിക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് നമ്മെ പടച്ച റബ്ബിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങളെയൊക്കെ ആ റബ്ബിലേക്ക് കൊണ്ടുപോകുന്നതാണ്, ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നിങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ഏതെങ്കിലും ദൈവങ്ങളെ, ഏതെങ്കിലും വ്യക്തികളെ ആരാധിക്കുന്നവരായി മാറിയാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല ഉപദ്രവവും വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുക്കളുടെയും ആരാധ്യന്മാരുടെയും ശുപാർശകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അവരാരും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരികയുമില്ല. അങ്ങനെ അല്ലാഹു അല്ലാത്ത ആളുകളെ നിങ്ങൾ ആരാധിക്കുന്നവരായി മാറിയാൽ ഇന്നി ഇദൽ ഫീ ളലാലിൻ മുബീൻ, ഏറ്റവും സ്പഷ്ടമായ ദുർമാർഗത്തിലായിരിക്കും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ എന്ന ഉപദേശമാണ് ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന ആ മനുഷ്യൻ ആ ആളുകളോട് നടത്തിയത്. അവിടെയാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ആ വ്യക്തി ആ ആളുകളോട് പിന്നീട് പറയാണ്, ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. ആ ഓടി വന്ന ആൾ ആ ജനതയോട് പറഞ്ഞു, ഇന്നി ആമൻതു, ഇന്നി തീർച്ചയായും ഞാൻ, ആമൻതു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഇന്നി ആമൻതു തീർച്ചയായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ, നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസ്മഊൻ എന്നെ നിങ്ങൾ അനുസരിക്കുവീൻ, എന്നെ നിങ്ങൾ കേൾക്കുവീൻ എന്ന് ആ മനുഷ്യൻ, ആ വ്യക്തി ആ ആളുകളോട് പറയുന്നു. ഈ പ്രവാചകന്മാർ നിങ്ങളോട് പറയുന്ന ആ റബ്ബില്ലേ, എല്ലാം പടച്ച എല്ലാം നൽകുന്ന റഹ്മാനായ റബ്ബ്, ആ റഹ്മാനായ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ വാചകം നിങ്ങൾ കേൾക്കണം, പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കണം എന്ന് അദ്ദേഹം ആ ആളുകളോട് പറഞ്ഞു. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ഉപദേശം കേട്ടുകൊള്ളണം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ വാചകമൊന്നും ഇത്രയൊക്കെ സരളമായി സ്വന്തത്തെ ഉദാഹരിച്ചുകൊണ്ടും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ആ മനുഷ്യൻ ഉപദേശിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെയോ ആ പ്രവാചകന്മാരുടെയോ ഉപദേശം അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെയും ആ പ്രവാചകന്മാരെയും ഉപദ്രവിക്കാനാണ് ആ ആളുകൾ തയ്യാറായത്. പിന്നീട് അദ്ദേഹം ആ ജനങ്ങളോട് പറയുന്നത്, ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഏറെ സരളവും വളരെ മാന്യവുമായി സംസാരിച്ചിരുന്ന ആ വ്യക്തിയുടെ ഉപദേശം അവർ ആരും ചെവികൊണ്ടില്ല. വളരെ ഗുണകാംക്ഷയോടുകൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ആ മനുഷ്യരെ പിന്നീട് ആ ജനത വകവരുത്തുകയാണ് ചെയ്തത്, കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല മുഫസ്സിറുകളും അങ്ങനെയാണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതാണ് 26-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അള്ളാഹു പറയുന്നത്, ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖീല പറയപ്പെട്ടു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുൽ പ്രവേശിക്കുക, ദഖല പ്രവേശിച്ചു, അതിൻ്റെ കൽപ്പന അമ്രാണ്, ഉദ്ഖുൽ നീ പ്രവേശിക്കുക. ഖീല ദഖുൽ അദ്ദേഹത്തോട് നീ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടു. എവിടെ? അൽ ജന്നത സ്വർഗത്തിൽ. ഖീല ദഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. പിന്നെ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ അദ്ദേഹം പറഞ്ഞു യാ ലൈത ഖൗമി എൻ്റെ ജനത ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖൗമി എൻ്റെ സമൂഹം, എൻ്റെ ജനത. യഅലമൂന അറിഞ്ഞിരുന്നുവെങ്കിൽ, അലിമ അറിഞ്ഞു, യഅലമു അറിയും, യഅലമൂന അവർ അറിയുന്നു, അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം പറയുകയാണ്. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തറിഞ്ഞിരുന്നുവെങ്കിൽ? ബിമാ ഗഫറ ലീ എനിക്ക് പുറത്തു തന്നതിനെ കുറിച്ച്. ഗഫറ പുറത്തു തന്നു, ലീ എനിക്ക്, ബിമാ ഒന്നുകൊണ്ട്, ബിമാ ഗഫറ ലീ എനിക്ക് പുറത്തു തന്നതിനെ കുറിച്ച്. റബ്ബി എൻ്റെ റബ്ബ്, ബിമാ ഗഫറ ലീ റബ്ബി എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തന്നതിനെ കുറിച്ച് എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെയോ വജഅലനീ എന്നെ ആക്കുകയും ചെയ്തു. ജഅല ആക്കി, ജഅലനീ എന്നെ ആക്കി, വജഅലനീ എന്നെ ആക്കുകയും ചെയ്തു. മിനൽ മുക്രമീന ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. വജഅലനീ മിനൽ മുക്രമീൻ എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുകയും എന്നെ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കി തരികയും ചെയ്യുന്നതിനെ കുറിച്ച്. ഈ രണ്ട് ആയത്തും ഒന്നിച്ച ബന്ധമുള്ളതാണ്. ഖീല ദഖുലിൽ ജന്ന അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുകയും എന്നെ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കി തരികയും ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ വ്യക്തി
അവിടുന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഖീല ദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടു. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഇവിടെയൊക്കെ പറയുന്നത് അദ്ദേഹം ആ ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറിയാൽ, അവനോട് മാത്രം വിളിച്ചു തേടുന്നവരായി മാറിയാൽ കിട്ടാവുന്ന മഹനീയമായ ഉന്നതമായ പദവിയെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ബിമാ ഗഫറലി റബ്ബി, എൻ്റെ ജനത, എൻ്റെ റബ്ബ് എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് വിട്ടുപുറത്ത് മാഫാക്കി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. വജഅലനി മിനൽ മുക്രമീന, അള്ളാഹുവിങ്കൽ ഉന്നതമായ, അള്ളാഹുവിങ്കൽ ഏറ്റവും പവിത്രമായ ആദരണീയമായ സ്ഥാനം എനിക്ക് ലഭിക്കുകയും സ്വർഗാവകാശിയായി സ്വാഗതപ്പെടുകയും എന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തിയത്. ഇത് വിശ്വാസികൾക്ക് കിട്ടുന്ന മഹനീയമായ ഉന്നതമായ സ്ഥാനമാണ്. അവരോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്കും ഇത് ലഭ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറിയാൽ. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയും അവരോടുള്ള ആരാധന അവസാനിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും ഈ ഉന്നതമായിരിക്കുന്ന പദവി കിട്ടും. നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു തരും. സ്വർഗാവകാശിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഉപദേശം ചെവിക്കൊള്ളാൻ ആ ജനത തയ്യാറായില്ല. അദ്ദേഹത്തെ അവർ ഉപദ്രവിച്ചു, അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. അൻസല ഇറക്കി, അൻസൽന നാം ഇറക്കി, മാ അൻസൽന നാം ഇറക്കിയിട്ടില്ല, വമാ അൻസൽന നാം ഇറക്കിയിട്ടില്ല, ഖൗമ് സമൂഹം, ജനത, അലാ ഖൗമ് ജനതയുടെ മേൽ, ഹി അദ്ദേഹത്തിന്റെ, അലാ ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല, മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം, ബഅദ് ശേഷം, ബഅദിഹി അദ്ദേഹത്തിന് ശേഷം, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല, മിൻ ജുന്ദ്, ജുന്ദ് സൈന്യം, പട്ടാളത്തിനൊക്കെയാണ് അറബിയിൽ ജുന്ദ് എന്ന് പറയും. മിൻ ജുന്ദിൻ ഒരു സേനകളെയും ഒരു സേനയെയും ഒരു പട്ടാളത്തെയും ഇറക്കിയിട്ടില്ല, മിനസ്സമായി ആകാശത്ത് നിന്ന്, മിൻ ജുന്ദിൻ മിനസ്സമായി ആകാശത്ത് നിന്ന് ഒരു സേനയെയും നാം ഇറക്കിയിട്ടില്ല, വമാ കുന്ന നാം ആയിട്ടുമില്ല, മുൻസിലീൻ ഇറക്കുന്നവർ ആയിട്ടുമില്ല. അദ്ദേഹത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ ആകാശത്തു നിന്ന് നാം ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല, നാം അങ്ങനെ ഒരു സൈന്യത്തെ ഇറക്കുന്നവരും അല്ല. ഇല്ലാ സ്വൈഹതൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ഇൻ കാനത് അതായിരുന്നില്ല, കാന ആയി, ഇൻകാന ആയിരുന്നില്ല, ഇല്ലാ സ്വൈഹതൻ ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല, വാഹിദത്ത് ഒറ്റ ശബ്ദം, ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ആ സംഭവം ഒരു ഘോര ശബ്ദമല്ലാതെ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഫഇദാ അപ്പോൾ ഹും ആ ജനത, ഫഇദാ ഹും അപ്പോൾ അവർ ആ ജനത, ഖാമിദൂൻ നശിച്ചു കെട്ടടങ്ങിയിരിക്കുന്നു. ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ ആ സംഭവം ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ആ ഘോര ശബ്ദം വന്നപ്പോൾ അവരതാ നശിച്ചു കെട്ടടങ്ങിയവരായിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദൂതന്മാരെ ധിക്കരിച്ചു. ആദ്യം രണ്ടാൾ വന്നു, അവരെ ധിക്കരിച്ചു, അവരെ പരിഹസിച്ചു. ആ രണ്ടാളുകളെ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്താൻ അള്ളാഹു മൂന്നാമതും അവർക്ക് സദുപദേശം നൽകാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി തീരണമെന്ന് പറയാൻ മൂന്നാമതൊരു ദൂതനെ അയച്ചു.
ആ ദൂതനെയും അവർ ധിക്കരിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു. അപ്പോൾ ഒരു ഉപദേഷ്ടാവ് വന്നു. മാന്യനായി സംസാരിച്ച ആ ഉപദേഷ്ടാവ് അദ്ദേഹത്തോട് വളരെ നല്ല നിലക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ കിട്ടാവുന്ന നേട്ടങ്ങളും അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കോട്ടങ്ങളുമൊക്കെ വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം അദ്ദേഹത്തെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും ആ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിച്ചതാണ് ഈ 2 ആയത്തുകളിൽ പറയുന്നത്. നശിപ്പിക്കുവാൻ വേണ്ടി, ആ സമൂഹത്തെ നശിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു ജനതയെ നശിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആകാശത്ത് നിന്ന് റഹ്മാനായ റബ്ബിന് പട്ടാളമുണ്ട്. പട്ടാളക്കാരാകുന്ന മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. അങ്ങനെ ഇറക്കുന്ന ഒരു സ്വഭാവവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനത്തെ ഒരു പതിവും അല്ലാഹുവിനില്ല. ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ അട്ടഹാസം. ആ അട്ടഹാസത്തോടുകൂടെ ആ ജനതയുടെ മുഴുവനും കഥ കഴിഞ്ഞു. അവർ ആ അള്ളാഹുവിൽ നിന്നിറങ്ങിയ ആ വലിയ താങ്ങാൻ കഴിയാത്ത ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനെ ദൈവദൂതന്മാരെയും പ്രവാചകന്മാരെയും ഇങ്ങനെ സദുപദേശം നടത്തുന്നവരെയും പരിഹസിക്കുന്ന ആളുകൾക്ക് ഒരു പാഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദാഹരണം വരച്ചു കാണിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഏതു സമയത്തും റഹ്മാനായ റബ്ബിനോട് നാം പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഷിർക്കെങ്ങാനും ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് വേറെ എന്ത് നാം ചെയ്തിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ അക്രമം, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ്. ഇന്ന ഷിർക ലളുൽമുൻ അളീം. അള്ളാഹുവിൽ ഏറ്റവും കോപമുള്ളത് അവനെ പങ്കു ചേർക്കുക എന്നതാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുക എന്നതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും പരിപാടികളും സമർപ്പിക്കുക എന്നതാണ്. അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുക. ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, അവന്റെ ശാപത്തിന് വിധേയരാകുന്ന, നാളെ സ്വർഗം നമുക്ക് ഹറാമാകുന്ന, നരകത്തിൽ പോയി കാലവും ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം നരകത്തിൽ കടക്കാൻ കാരണമാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായി നമ്മെ പഠിപ്പിക്കുകയാണ്. തൗഹീദിൽ അധിഷ്ഠിതമായി മരണം വരെ ജീവിക്കുവാൻ, ഷിർക്കിന്റെ എല്ലാ അംശങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യദീനുമായി പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെയൊക്കെ ഏത് കാലത്തും ആ സമൂഹം പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ഇല്ലായ്മ ചെയ്യുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചിട്ടുമുണ്ട്. അവർക്ക് ശക്തമായ
ശിക്ഷ നൽകി അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. അത്തരമൊരു സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന് ആകാശത്ത് നിന്ന് ഏതെങ്കിലും ഒരു സൈന്യത്തെ ഇറക്കിയിട്ട് നശിപ്പിക്കേണ്ടതില്ല. അങ്ങനെ നശിപ്പിക്കാൻ അള്ളാഹു തആല ആകാശത്ത് നിന്ന് ഒരു സൈന്യത്തെ ഇറക്കുക എന്ന പതിവും ഇല്ല. മറിച്ച് ആ സമൂഹവും മറ്റു സമൂഹങ്ങളുമൊക്കെ നശിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ ചില ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. ഈ സമൂഹം നശിപ്പിച്ചത്, അവരെ ഇല്ലായ്മ ചെയ്തത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു. പെട്ടെന്നൊരൊറ്റ അട്ടഹാസം, ആ അട്ടഹാസത്തോടുകൂടെ ഫഇദാ ഹും ഖാമിദൂൻ, ആ സമൂഹം മുഴുവനും നശിച്ചവരായി തീർന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. തുടർന്ന് അല്ലാഹു പറയുന്നത് യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്റ, എൻ്റെ സങ്കടമേ, അലൽ ഇബാദ്, അബ്ദ് അടിമ, ഇബാദ് അടിമകൾ, അടിമകളുടെ മേലുള്ള സങ്കടമേ. യാ ഹസ്റതൻ അലൽ ഇബാദ്, അടിയാന്മാരുടെ മേലുള്ള കഷ്ടകാലമേ. മാ യഅതീഹിം, അവർക്ക് വന്നിരുന്നില്ല മിർ റസൂലിൻ, ഒരു പ്രവാചകനും ഒരു ദൂതനും അവർക്ക് വന്നിരുന്നില്ല. ഇല്ലാ കാനൂ ബിഹി, ആ പ്രവാചകനെ പറ്റി അവരായിട്ടല്ലാതെ യസ്തഹ്സിഊന, പരിഹസിക്കുന്നവരായിട്ടല്ല. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അടിയാന്മാരുടെ മേലുള്ള കഷ്ടമേ, അവരുടെ അടുക്കൽ ഏതൊരു പ്രവാചകൻ ചെന്നാലും വന്നാലും അവർ ആ പ്രവാചകനെ കുറിച്ച് പരിഹസിക്കുകയല്ലാതെ ചെയ്തിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസാനം പറയുന്നത്. പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു ജനതയുടെയും അവരുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ്. പരിഹസിക്കപ്പെടാത്ത, പീഡനങ്ങൾക്ക് വിധേയമാകാത്ത, അക്രമങ്ങൾക്ക് വിധേയമാകാത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾക്ക് പാത്രീഭൂതരായിട്ടുണ്ട്. ആ ജനത പ്രവാചകന്മാരെയൊക്കെ പരിഹസിക്കുക എന്നത് അവരുടെ പതിവായിരുന്നു എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും പരിഹാസങ്ങളും മികൈത്തുകളും അക്രമങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇവർക്കും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, അവർക്ക് കണ്ടുകൂടെ, കം അഹ്ലക്ന, കം എത്രയാണ്, അഹ്ലക്ന നാം നശിപ്പിച്ചിരിക്കുന്നു, എത്രയോ നാം നശിപ്പിച്ചിരിക്കുന്നു, ഖബ്ലഹും ഖബില മുമ്പ്, ഹും അവർ, ഖബിലഹും അവരുടെ മുമ്പ്, ഖുറൂന് സമൂഹം, തലമുറകൾ, മിനൽ ഖുറൂനി തലമുറകളിൽ നിന്ന്, അന്നഹും അവരാണെന്ന്, ഇലൈഹിം അന്ന തീർച്ചയായും, ഹും അവർ, ഇലൈഹിം ഇല ലേക്ക്, ഹിം അവർ, ഇലൈഹിം അവരിലേക്ക്, ഇലൈഹിം അവരിലേക്ക്, ലാ യർജിഊൻ മടങ്ങി വരുന്നില്ല, റജഅ മടങ്ങി, യർജിഉ മടങ്ങും, യർജിഊൻ അവർ മടങ്ങും, ലാ യർജിഊൻ അവർ മടങ്ങുകയില്ല, അവർ മടങ്ങി വരുന്നില്ല. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവരുടെ മുമ്പ് പല തലമുറകളിൽ നിന്ന് എത്രയോ ആളുകളെ, എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു, അവരാരും ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് അവർക്ക് കണ്ടുകൂടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മുമ്പ് ഒരുപാട് സമൂഹങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിച്ചു. അങ്ങനെ പല സമൂഹത്തെയും പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ നശിപ്പിച്ചു പോയ, മരണപ്പെട്ടു പോയ ആ സമൂഹം ഒരിക്കൽ പോലും തിരിച്ചു വന്നുകൊണ്ട്, മരണാനന്തര ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന്, ആ മരണത്തിന് ശേഷം
ഉള്ള കാര്യങ്ങളെ നിഷേധിക്കുകയോ നിഷേധിക്കാൻ ഉതകുന്ന ഏതെങ്കിലും ഒരു സാമ്പിളുകൾ ആ മരണപ്പെട്ടു പോയ ആളുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. ആരും മടങ്ങി വന്നിട്ടില്ല. മരിച്ചുപോയ ആരും മടങ്ങി വരികയുമില്ല എന്ന ഒരു സത്യം അവർക്ക് കണ്ടുകൂടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ആ നശിപ്പിക്കപ്പെട്ടു പോയ ഒരു സമൂഹവും പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്നും മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അവിടെ പരലോകമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന കാര്യമൊക്കെ അവർക്ക് നിഷേധിക്കാമായിരുന്നു. എന്നാൽ മരിച്ചുപോയ ഒരാളും തിരിച്ചു വരില്ല, തിരിച്ചു വന്ന ചരിത്രവുമില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കിക്കൂടെ? അവർക്ക് കണ്ടറിഞ്ഞുകൂടെ? അത് ചിന്തിക്കാനുള്ള ബോധവും മനസ്സും അവർക്കില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ وَإِن كُلٌّ لَّمَّا جَمِيعٌ അവരെല്ലാവരും, അവർ മുഴുവനും തന്നെ ലദൈന നമ്മുടെ അടുക്കൽ മുഹ്ദറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൻ ലദൈന മുഹ്ദറൂൻ എല്ലാ ആളുകളും എല്ലാവരും മുഴുവനും തന്നെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു വഇൻ കുല്ലുൻ എല്ലാവരും, പിന്നീട് ഒന്നുകൂടെ അതിനെ ശക്തിപ്പെടുത്താൻ പറഞ്ഞു ലമ്മാ ജമീഉൻ ആ മുഴുവനുമല്ലാതെയില്ല, ലദൈന നമ്മുടെ അടുക്കൽ മുഹ്ദറൂൻ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. ഹാജരാക്കപ്പെടുന്നവരല്ലാതെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരാതെ, നമ്മുടെ അടുക്കൽ കാണിക്കപ്പെടാതെ, അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാളും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. 32-ാമത്തെ ആയത്തിൽ وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. വആയത്തുൻ ഒരു ദൃഷ്ടാന്തമാണ്, ലഹും അവർക്ക്, അൽ അർളുൽ മൈതത്തു നിർജീവമായ ഭൂമി ഒരു ദൃഷ്ടാന്തമാണ് അവർക്ക്. അവർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു ദൃഷ്ടാന്തമാണെന്ത്? അൽ അർളുൽ മൈതത്തു നിർജീവമായ, ഒന്നുമില്ലാതെ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമി മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാണ്. അഹ്യൈനാഹ നാം അതിനെ ജീവിപ്പിച്ചിരിക്കുന്നു. ആ വരണ്ടുണങ്ങിയ ചത്തുപോയ നിർജീവമായ ആ ഭൂമിയെ നാം ജീവിപ്പിച്ചിരിക്കുന്നു. വഅഖ്റജ്നാ മിൻഹാ അഖ്റജ്ന നാം പുറപ്പെടുവിക്കുകയും ചെയ്തു, ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു, മിൻഹ ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബ് ധാന്യങ്ങൾ, ഫമിൻഹു എന്നിട്ട് അതിൽ നിന്ന് യഅകുലൂൻ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ അവർക്കൊരു ദൃഷ്ടാന്തമാണ് നിർജീവമായ ചത്തുപോയ ഭൂമി, ഒന്നുമില്ലാത്ത ഭൂമി. ഒന്നുമില്ലാത്ത ആ ഭൂമിയെ നാം ജീവിപ്പിച്ചു മഴവെള്ളത്തിലൂടെ. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് നാം ആ വരണ്ടുണങ്ങിയ നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുകയും എന്നിട്ട് ആ നിർജീവമായി കിടന്നിരുന്ന ഭൂമിയെ ജീവിപ്പിച്ച് ആ ഭൂമിയിൽ നിന്ന് ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ അതിൽ നിന്ന് ഫമിൻഹും യഅകുലൂൻ അവരതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ കൃത്യമായ മനുഷ്യനിക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതേപോലെയുള്ള സമാനമായ ആയത്തുകൾ കഴിഞ്ഞ സൂറത്തുകളിലും അതിനു മുമ്പുള്ള സൂറത്തുകളിലും പല സൂറത്തുകളിലും നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വജഅൽനാ നാം ആക്കുകയും ചെയ്തു, ഫീഹാ ആ ഭൂമിയിൽ, ജന്നാത്തിൻ തോട്ടങ്ങളെയും, മിൻ നഖീലിൻ ഈത്തപ്പനകളുടെ തോട്ടങ്ങളെ നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വഅഅനാബിൻ അഅനാബ് മുന്തിരികൾ, നഖീൽ ഈത്തപ്പനകൾ, മിൻ നഖീലിൻ ഈത്തപ്പനയുടെയും വഅഅനാബിൻ മുന്തിരിയുടെയും തോട്ടങ്ങളെ നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വഫജ്ജർനാ നാം തുറന്നു വിടുകയും ചെയ്തു,
ഫീഹ അതിൽ മിനൽ ഉയൂൻ നീരുറവകളെ തുറന്നു വിടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുക്കുന്ന, മനുഷ്യർക്ക് കാണിക്കുന്ന, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളെയും അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ. നിർജീവമായ ഭൂമിയെ ജീവിപ്പിച്ച് അതിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. അവർക്ക് ധാരാളം മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങളെ നാം ഉണ്ടാക്കി കൊടുക്കുന്നു. വിവിധങ്ങളായ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ, അവർക്ക് ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ എല്ലാമുള്ള നീരുറവകളെ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, നീരുറവകളെ വിവിധങ്ങളായ രീതിയിൽ നാം തുറന്നു വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലതുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. ലിയഅ്കുലൂ, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നൽകുന്നത്? നിർജീവമായതായിരുന്നു ഭൂമി, അവർക്ക് കൃഷി ചെയ്യാൻ പാകത്തിനായിരുന്നില്ല. അങ്ങനെ വരണ്ടുണങ്ങിയ ആ ഭൂമിയിൽ നാം മഴ വർഷിപ്പിച്ചു. അത് മുഖേന അവർക്ക് കൃഷി ചെയ്യാൻ യോഗ്യമായിരിക്കുന്ന പാകത്തിൽ ഭൂമിയെ നാം ആക്കി. അങ്ങനെ അത് മുഖേന അവർക്ക് ധാരാളം തോട്ടങ്ങളും ധാരാളം ഈത്തപ്പനയുടെയും അതേ പ്രകാരം മുന്തിരിയുടെയും ഒക്കെ തോട്ടങ്ങളെ നാം നൽകി. എന്തിനു വേണ്ടി? ലിയഅ്കുലൂ മിൻ സമരിഹി, ലിയഅ്കുലൂ അവർക്ക് തിന്നുവാൻ വേണ്ടി, മിൻ സമരിഹി അതിന്റെ കായ്കനികളിൽ നിന്ന്, അതിന്റെ ഫലത്തിൽ നിന്ന്, അതിന്റെ പഴങ്ങളിൽ നിന്ന്. വമാ അമിലതുഹു, വമാ അമിലതുഹു യാതൊന്നിൽ നിന്നും, അമിലതുഹു അത് പ്രവർത്തിച്ചിട്ടുണ്ടാക്കി, ഐദീഹിം അവരുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയ ആ കൃഷികളിൽ നിന്നും മറ്റു പഴങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് തിന്നാൻ വേണ്ടിയാണ് നാം ഇതെല്ലാം നൽകിയത്. ഇനി അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഇതൊക്കെ നൽകിയതാരാ? നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? നിങ്ങളുടെ സാമർഥ്യം കൊണ്ടാണോ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത്? അതല്ല നിങ്ങളുടെ ഏതെങ്കിലും സമ്പത്ത് കൊണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം കൊണ്ടോ, നിങ്ങളുടെ തറവാടിന്റെ മാഹാത്മ്യം കൊണ്ടോ എന്തെങ്കിലുമാണോ? ഒന്നുമല്ല, ഇതെല്ലാം നൽകിയത് ഞാനാണ്. അഫലാ യശ്കുറൂൻ. എന്നിട്ടും മനുഷ്യരെ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? നിങ്ങൾക്കൊന്ന് നന്ദി കാണിച്ചുകൂടെ? ഇതെല്ലാം ചെയ്തു തന്നത് ഞാനല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഒരു വർഷം തീരെ വെള്ളമില്ലാതെയായാൽ, മഴ വർഷിക്കാതെയായാൽ, ആ വർഷത്തെ നമ്മുടെ അവസ്ഥ നാം ഒന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല, ഭക്ഷണ വിഭവങ്ങൾ എത്തുകയില്ല, പച്ചക്കറികൾ ഉണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാം നൽകിയത് അല്ലാഹുവാണ്. നമ്മുടെ സാമർഥ്യം കൊണ്ട് ലഭ്യമാകുന്നതല്ല ഇതൊന്നുമെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നത്. അഫലാ യശ്കുറൂൻ, അഫലാ യശ്കുറൂൻ. നന്ദി കാണിക്കുന്നുണ്ടോ മനുഷ്യരെ? നിങ്ങൾ ഒന്ന് നന്ദി കാണിച്ചുകൂടെ? ഇതൊക്കെ ചെയ്തു തന്നത് ഞാനല്ലേ, എന്നിട്ടും നീ എന്തേ ഒരു നന്ദിയുള്ള മനുഷ്യനായി മാറാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹു പറയുന്നുണ്ട്, നീ നന്ദി ചെയ്യുന്നവനാകണം. എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനുഷ്യരെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹു ആകുന്ന ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാത്ത വിധം ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളിലും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞുകൊണ്ട് തരുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, വഷ്കുറൂലി, നിങ്ങൾ നന്ദിയുള്ള വർഗമായി മാറണേ. വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദികേട് കാണിക്കരുത്. നന്ദികേട് കാണിക്കുന്ന മനുഷ്യരായി, അടിമകളായി നിങ്ങൾ മാറരുത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുന്നവരായി മാറിയാൽ അത് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി മാറാൻ നമുക്ക് കഴിയണം. നന്ദികേട് കാണിക്കുന്നവരായി തീരരുത്. നന്ദി കാണിക്കുന്നവരായി മാറിയാൽ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹവും അവന്റെ ബർക്കത്തും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സമ്പാദ്യങ്ങളിലും കുടുംബത്തിലുമൊക്കെ നന്ദിയുള്ളവരാണ് നമ്മളെങ്കിൽ അല്ലാഹുവിന്റെ വർധനവുണ്ടാവുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന യഥാർത്ഥ ശാക്കിര്യങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.